ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ മോർണിംഗ് റുട്ടീനും ലൈഫ് സ്റ്റൈലും എല്ലാം ഒന്ന് മാറി ചേഞ്ച് ചെയ്യല്ലേ. ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഡേ ആട്ടോ. അങ്ങനെ ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ മുന്നത്തെ വ്ളോഗിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വ്ളോഗ് മോർണിംഗിൽ തന്നെ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇൻട്രോയിൽ ഞാൻ ഒറ്റക്കാട്ടോ. നദീർക്കും നെസ്ബേബിയും നല്ല ഉറക്കമാണ്. രാവിലെ തന്നെ എണീറ്റ് ഇനി ചായ കുടിക്കണം കേട്ടോ. ഞാൻ പുറത്തേക്ക് വരുന്നവരെ രണ്ടാളും എണീറ്റിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഹലോ നീക്ക് നിസു, ഒരാൾ ഇന്നലെ 1 മണിക്ക് ഉറങ്ങിയ. നിസു എണീക്ക് മോളെ, സമയം കുറയേ. ഇങ്ങനെനിക്ക് വാ, ബാക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യണ്ടേ. വാ, ഞാൻ ഒറ്റക്ക ഇതുവരെ മാനേജ് ചെയ്തേ. എന്താണ് ഇന്ന് പാപ്പ തേച്ചിരുന്നോണ്ടാ അനങ്ങാണ്ട് തേക്കത്. ഞാൻ തേച്ച് കൊടുക്കാൻ വേണ്ടി കീമോ നോക്ക് ഒച്ചപ്പാടും ബഹളമെല്ലാം ആയിരിക്കട്ടെ. എന്നെ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് പല്ല് തേപ്പിച്ചു കൊടുത്തോട്ടാ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഉമ്മാരുടെ അടുത്ത് മക്കൾ ഒരു കളി കളിക്കും, അതേ സ്ഥലത്ത് ബാപ്പാന്റെ അടുത്ത് അനങ്ങാണ്ട് നിൽക്കും. കഴിഞ്ഞിട്ടില്ല ഒന്നും കൂടെ. കറണ്ട് പറ്റിച്ചു ഗൈസ്. എന്നെ കറണ്ട് ഇല്ല. നിതിർക്ക നമ്മ ഇപ്പൊ വ്ളോഗ് എടുക്കുന്ന ആ ഒരു സമയം കറണ്ട് നമ്മളവിടെ ചൂടാകുമ്പോ ഇടക്കിടക്ക് കറണ്ട് പോവാ. അങ്ങനെ എപ്പോഴും ഇല്ല കേട്ടോ. അപ്പൊ നെസൂരി മിൽക്കും ബാപ്പാക്ക് മുട്ടയും ചായയും കൊടുത്തു. ബാപ്പാന്റെ ഒരു മുട്ട കൊടുത്തു. നെസൂരിന് മിൽക്കും ഉണ്ട് കേട്ടോ. ബേബിന് മിൽക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട സിർക്ക കേട്ടോ. നമ്മളെ കണ്ണൂർ സ്പെഷ്യലാണ് മുട്ട സിർക്ക. അപ്പോൾ നമുക്ക് അത് അരി ഇറക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പുതിയൊരു മിക്സഡ് ഗ്രൈൻഡർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് അഗാരോൻ്റെ മിക്സഡ് ഗ്രൈൻഡർ കേട്ടോ. നമ്മൾ അഗാരോൻ്റെ മിക്സഡ് ഗ്രൈൻഡറിന് 3 ജാറാട്ടോ വരുന്നത്. ഇത് വലിയ ജാറ്, പിന്നെ അതിൻ്റെ കുറച്ച് ചെറുതായിട്ടും, പിന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ഇതിൽ അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ ജാറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഡ്രൈ ആയിട്ടുള്ള സംഭവമെല്ലാം പൊടിച്ചെടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് ചട്നി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ 3. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല അടിപൊളി 3 ജാറാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ 3നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലത്തെ കവർ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലത്തെ മൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3നും ഹാൻഡിൽ വരുന്നുണ്ട്. വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള എത്ര എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ യൂസ് ചെയ്യാം. യെസ്, അതന്നെ. അരി അരച്ചെടുക്കാം. നമുക്ക് ഇതിലാണ് കേട്ടോ അരിയെല്ലാം അരച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് വരുന്നത് ഇതാ, ഇത് ഓഫ്, ഇത് ലോ വരുന്നുണ്ട്, പിന്നെ മീഡിയം, അതുപോലെ തന്നെ ഹൈയും വരുന്നുണ്ട്, പിന്നെ താഴെ പൾസ് ബട്ടൺ ആണ് കേട്ടോ. അപ്പം നമ്മുടെ അരി റെഡി ആയി കേട്ടോ. നമുക്ക് വേഗം തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ടായിനി. അപ്പോൾ അഗാരോൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡർ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമ്മളെ നെസൂന് വാങ്ങിച്ചിട്ടില്ലതാ കേട്ടാ. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ തന്നെ. അതില് നമ്മില്ലേ നെസൂന് ഇഷ്ടമുള്ള കളേഴ്സ് മീന് വാങ്ങിച്ചിട്ടുണ്ടായി. എത്ര വാങ്ങി? 4 വാങ്ങി. 4 ചത്തുപോയി. അന്നേരം സമയത്ത് മെർസീന് പറഞ്ഞു അത് ചത്തു പോവാൻ മീൻ എങ്ങനെ നിൽക്കൂല, കാരണം അതിന് മോട്ടറും കാര്യങ്ങളും വേണം. എന്നിട്ട് ഞാനെന്ത് ചെയ്യാന്ന് വിചാരിച്ചാല് നമ്മുടെ കിണറ്റില് കൊറേ ഗപ്പി ഉണ്ട്, അതിനെ കുറച്ച് പിടിച്ചിട്ട് ഇതിലിട്ട്. അത്ര വലിയ രസമുള്ള സാധനമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഓക്ക് ഇഷ്ടമുള്ള, ഓക്ക് രാവിലെ എണീച്ച് ആ ഒരു ഫുഡ് കൊടുക്കാന്നെല്ലാം പറയുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇതെല്ലാം വാങ്ങിച്ചു നമ്മ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ആനിമൽസിനോടൊക്കെ എന്തോ ഇഷ്ടമാണ്.
ചിരിക്കാൻ വരെ കഴിഞ്ഞില്ല. അപ്പൊ നെസൂന് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ ഇത്. അപ്പൊ ഇപ്പൊ രാവിലെ നമ്മള് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ഇന്ന് മോയ്സ്ചറൈസർ ഒന്നുമില്ല. നമുക്ക് മോയ്സ്ചറൈസർ എപ്പോൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നല്ലതാട്ടോ. നമ്മളെ സ്കിന്ന് എപ്പോൾ നല്ല എന്താ പറയുക ഒരു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ഈ അടുത്തായിട്ടാട്ടോ ഞാൻ കുറച്ച് സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതുവരെയും നെസുവിന്റെ ആ ഒരു കെയറിങ് മാത്രമേ ഉണ്ടായിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് കെയറിങ്ങും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിപ്പോ ലേറ്റ് ആയല്ലേ? എപ്പോഴും നമ്മള് എന്താ പറയാ എണീക്കുന്നതിന് മുമ്പേ മർസീൽ ചെയ്താൽ കഴിയാറ്. ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ എടുത്തരാൻ വേണ്ടിട്ട് ഒരാളില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. ഇല്ലെങ്കിൽ രാവിലെ ബ്രഷിങ് കഴിഞ്ഞാൽ പുറത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്കിൻ കെയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ്. ഓക്കെ എന്നാൽ അതിന് ശേഷം ഇപ്പൊ നമ്മളെ സീസൺ തന്നെ നല്ല ചൂടല്ലേ, സമ്മർ സീസൺ ഒക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഒരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്താൽ നല്ലതാട്ടോ. നമ്മള് വീട്ടിലിരിക്കുന്നതായാലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. നമ്മള് ഓക്കെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഫേസിലും കഴുത്തിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്യട്ടാ. ഇത് കണ്ടിട്ട് യെസ് ബേബി ഇപ്പൊ നല്ല ഇന്നിപ്പൊ രാവിലെ ഉറങ്ങിയണീച്ച് കാണിച്ചു കൊടുത്തേ. എന്റെ മേക്കപ്പിന്റെ ബോക്സ് എടുത്തോണ്ട് പോയിട്ട് അതിൽ നിന്ന് കൺസീലർ എല്ലാം എടുത്തിട്ട് മുഖത്തെല്ലിട്ടിട്ട് പറയുന്നത് ഉമ്മി ഇതാ നോക്ക് ബേബി മേക്കപ്പ് ഇട്ട്. ഇപ്പൊ ആക്കിതാ പണി. എന്റെ ചുണ്ടിലെന്തോ അലർജിക്ക് പറ്റിയിട്ടുള്ളത്. ചുണ്ട് ഫുള്ള് ഇതായിട്ടുള്ള ഓ ഇത് പൂട്ട് അതൊക്കെ എടുക്കാനി. കണ്ട അപ്പൊ ഇത്രയാണ് സ്കിൻ കെയർ എന്നിട്ട് ചെയ്യുന്നത്. അടുത്തെടുത്ത് പിന്നെ നെസ്ബേബിന്റെ എന്ത് ചെയ്യണം? കാതുകുത്ത് ഇൻഷാല്ലാ. ഇനി നെസ്ബേബിനെ കാതുകുത്ത് ചോദിച്ചു കാത് കുത്തട്ടെ? കുത്തട്ടെ? കാത് കുത്തട്ടെ? എവിടെയാ കാതുകുത്താ? മതിയപ്പ ഒരു മേക്കപ്പ് ഇടുന്ന ആള്. അപ്പൊ ഇവിടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മള് മോർണിംഗിൽ കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കലല്ലേ. വർക്കുള്ള ദിവസം ഇങ്ങനെയല്ല. വർക്കുള്ള ദിവസം നമ്മള് പിന്നെ എടുത്തിട്ടില്ല ഒരു വ്ളോഗ്. നമ്മള് നീ ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ടെ. അപ്പൊ അത് കാണാത്തവര് വേഗം പോയിട്ട് കാണാട്ടോ. അപ്പൊ ഈ ഒരു ഇന്നത്തെ ഈ ഒരു മോർണിംഗിൽ ഇങ്ങനെയാണുള്ളത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അത് കണ്ട് ബോറടിക്കുകയോ എന്തേ. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് നെസ്ബിയുടെ കാത് കുത്തുന്ന ഒരു വീഡിയോ. എന്തായാലും ഈ ആഴ്ച തന്നെ കുത്തണം. 2 വയസ്സായില്ലേ? ഇനിയിപ്പോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് വേദന കൂടുതൽ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.